What's happening people, this is Kochi Machan and welcome back to another vlog. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അങ്ങനെ എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത്, അതായത് നമ്മുടെ മോജോ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകണം. ഇന്ന് ഒരു അത്യാവശ്യ കാര്യത്തിനാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. തിങ്കളാഴ്ചയാണ്. ഒരു കണ്ണാടി, എൻ്റെ അച്ഛൻ്റെ കണ്ണാടി ഉണ്ടല്ലോ, അത് പൊട്ടിപ്പോയി. അപ്പോൾ കണ്ണാടി കടകൾ എല്ലാം നമുക്ക് തിങ്കളാഴ്ച മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കിത് കൊണ്ടേ ലെൻസ് കൊണ്ടേ മാറ്റണം. അച്ഛന് വർക്കുള്ളതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ കണ്ണാടിയിലെല്ലാം പറ്റില്ല. അപ്പോൾ അത്യാവശ്യ കാര്യത്തിനാണ് പുറത്തേക്കാണ്. ഞാൻ എൻ്റെ ഡിക്ലറേഷൻ ഫോമൊക്കെ ഓൺലൈൻ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട 2 സാധനം, മാസ്ക്, ഹാൻഡ് സാനിറ്റൈസർ, ഇത് രണ്ടും ഞാൻ എന്തായാലും കയ്യിലും എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് എനിക്ക് എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. കാരണം ഇത്രയും ദിവസം കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പോണേ. ശരിക്കും 1.5 മാസത്തിന് മുകളിലായി തോന്നുന്നു വണ്ടി പുറത്തേക്ക് ഇറക്കിയിട്ട് തന്നെ മോജോ. അപ്പോൾ നമുക്ക് നേരെ പോവാല്ലേ. ഓ, ഇത്ര കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് വണ്ടി ഒന്ന് റോഡൊക്കെ കാണാൻ പോണേ. അപ്പോൾ എന്തായാലും കുറേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ കയ്യിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോർട്ട് കൊച്ചി ഭാഗം ഹോട്ട്സ്പോട്ടാണ്. ഫോർട്ട് കൊച്ചിയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ആ ഭാഗം ഹോട്ട്സ്പോട്ടായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് MG റോഡിലേക്കാട്ടോ പോകേണ്ടത്. ഇവിടെ നല്ല ചെക്കിങ് ഉള്ളതാണ്. ഇവിടെ ചുമ്മാ അങ്ങനെ വിടൂല പുറത്തേക്ക് നമ്മളെ. ഫുൾ ചെക്കിങ് ആട്ടോ ഇവിടെ. നല്ല രീതിയിൽ ചെക്കിങ് ഉണ്ട്. ഓപ്റ്റിക്കൽ ഷോപ്പിൽ പോവാ. മാസ്ക് ഉണ്ട്, കയ്യിലുണ്ട്, പോക്കറ്റിലുണ്ട്. അല്ല, വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടുവാണല്ലോ. ആണോ? മാസ്ക് ഇട്ട് വേണം വണ്ടി ഓടിക്കാന്നാണ് പറഞ്ഞേക്കണേ. വണ്ടി ഓടിക്കണോണ്ട് വെച്ചില്ല. വാ, മാസ്ക് വെക്കാത്തോണ്ട് ഫൈൻ അടയ്ക്കണം. KL 41. അങ്ങനെ പോയി. സാർ എത്ര രൂപയാണ്? 500 നമ്മൾ പിന്നെ ഇത് ആൾക്കാരെ പരമാവധി നമ്മൾ ചെയ്യാവുന്ന അളവ് ഇത്രയേ ഉള്ളൂ. ഈ കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ പേര് പറഞ്ഞേ. എൻ്റെ പേരെന്താ? വീട്ടുപേര് സ്ഥലം. ഓക്കെ. കിട്ടി. ഇറങ്ങിയപ്പോൾ തന്നെ കൈനീട്ടം. അപ്പോൾ ഉള്ളവരെല്ലാവരും മാസ്കൊക്കെ ഇട്ട് ഇറങ്ങുക. മാസ്ക് ഇല്ലെങ്കിൽ പോയിട്ടാ. 500 രൂപയാണ് മാസ്ക് ഇല്ലാത്തവർക്ക് ഫൈൻ. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ 250 രൂപ പോയിരിക്കുകയാണ്. ഇവിടെ എന്തായാലും എല്ലാവരും മാസ്കൊക്കെ ഇടുക. മാസ്ക് ഇട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ.
അല്ലെങ്കിൽ പണി കിട്ടും. നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലിനൊന്നും ഒരു കുറവില്ല. രാത്രി ഒടുക്കത്തെ മഴയായിരിക്കും, പിന്നെ വെയിലും. കുറേ ദിവസം കഴിഞ്ഞ് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും എന്താ ഒരു സുഖം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഉച്ച സമയത്തൊക്കെ എങ്ങനെയാണോ അതേ രീതിയിലുള്ളൊരു തിരക്ക് ഇപ്പോൾ എറണാകുളത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഞായറാഴ്ചകളിൽ കാണുന്ന ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൾക്കാർ അത്യാവശ്യം പുറത്ത് ഇറങ്ങി നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം ചില കടകൾ ഓരോ സമയം അനുസരിച്ചാണ് ഓരോ കടകൾ തുറക്കണേ. അപ്പോൾ എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ശരിയാണ്. ചെക്കിങ് ഇപ്പോൾ 1, 2 ഇത് രണ്ടാമത്തെ തേവരയിലും ഉണ്ട് ചെക്കിങ്. എല്ലാ മെയിൻ ജംഗ്ഷനുകളിലും അത്യാവശ്യം തിരക്കുണ്ട്. പോലീസുണ്ട്, അതേപോലെ ചെക്കിങ്ങും ഉണ്ട്. മാസ്കും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ചെക്ക് ചെയ്യുന്നുണ്ട്. മെട്രോ അടിയെത്തുമ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഈ ഉച്ച സമയത്തൊക്കെ നല്ല തണലാണ്, നല്ല സുഖമായിട്ട് നമുക്ക് പോവാം. ഇവിടെയാണ് നമ്മുടെ ഷോപ്പ്. മോളുകളെല്ലാം അടച്ചിട്ടേക്കണാണ്, മോളുകളൊന്നും തുറന്നിട്ടില്ല. സ്പെയർ പാർട്ട് ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പ്. ഇവിടെ ഒപ്റ്റിക്കൽസ്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ കണ്ണാടി കൊടുത്തു. കണ്ണാടി കിട്ടാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞ് വണ്ടി ഓടിച്ചപ്പോഴേ വണ്ടിക്ക് ഭയങ്കര സൗണ്ട് കൂടി. എന്തോ ഒരു പുതിയ വണ്ടി ഓടിക്കണ പോലത്തെ ഒരു ഫീല്. കാരണം ഞാൻ ഈ വണ്ടി അധികം എൻ്റെ കയ്യിൽ ഞാൻ ഓടിച്ചില്ലല്ലോ. ആകെ കൂടിയൊന്ന് 400 കിലോമീറ്റർ പോലും ഓടിച്ചിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ വന്നു, ഞാൻ വണ്ടി വീട്ടിൽ കയറ്റി വെച്ചു, പിന്നെ അനക്കിയില്ല. നമ്മുടെ മെട്രോയുടെ ഇവിടെ അടുത്ത ബാരിക്കേഡ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പോലീസുകാരന്മാരും അല്ലെങ്കിൽ നമ്മുടെ ഈ ഹെൽത്ത് വർക്കേഴ്സ് ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. ഒന്നും പറയാനില്ല. അവർ ചെയ്യണ ജോബ് അവർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ, എനിക്ക് ഒന്നും പറയാനില്ല. അവർ ശരിക്കും അവരുടെ ജീവിതം തന്നെ അവർ റിസ്കിലാക്കിയിട്ടാണ് ഈ പണിയെല്ലാം അവരുടെ ചെയ്യണേ. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ അവർ പറയണത് അല്ലെങ്കിൽ സർക്കാർ ഗവൺമെൻറ് പറയണ കേട്ട് നമ്മളെല്ലാവരും മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തേക്ക് ഇറങ്ങുക. ആരോടും എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും മാസ്ക് ധരിക്കുക. അപ്പോൾ എല്ലാവർക്കും വേണം. ഹെൽമെറ്റ് ഇട്ടാലും നമ്മൾ അകത്ത് മാസ്ക് ധരിക്കണം. മാസ്ക് ഇല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു അടി പോലും മുന്നോട്ട് വെക്കരുത്. എല്ലാവരും ഒന്ന് വണ്ടി സൂക്ഷിക്കുക. മെയിൻ കാര്യങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ചിലപ്പോൾ ചില വണ്ടികൾക്ക് ചിലവർക്ക് വണ്ടിയുടെ ചിലപ്പോൾ സൗണ്ട് കൂടിയായിട്ട് തോന്നും, അല്ലെങ്കിൽ ഹാൻഡിൽ ബാർ ടൈറ്റ് ആയിട്ടൊക്കെ തോന്നും. അത് ജസ്റ്റ് കുറച്ച് ഓടി ചെയ്യുമ്പോൾ റെഡിയാവും. വണ്ടി ശരിക്കും ഒന്ന് ചെക്ക് ചെയ്യുക, എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളൊന്ന് സെറ്റാക്കി നോക്കുക. എന്തായാലും വണ്ടി പുറത്തേക്ക് ഇറക്കുമ്പോൾ കണ്ണും പൂട്ടി വണ്ടി പുറത്തേക്ക് ഇറക്കരുത്. ആദ്യം വണ്ടി പുറത്തേക്ക് ഇറക്കുമ്പോൾ തന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ബാക്ക് ടു ആ പൊസിഷനിൽ കുറേ ദിവസം ഇരുന്നിട്ട് ഒന്ന് ഓടി സെറ്റ് ആകുമ്പോഴാണ് ആ ബ്രേക്കിൻ്റെ പൊസിഷനൊക്കെ പിന്നെയും നമുക്ക് തിരിച്ച് ആ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടും അപ്പോൾ തന്നെ. അപ്പോൾ അപ്പം തന്നെ വണ്ടി ഇട്ട് പൊളിക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്കും കാര്യങ്ങളും വണ്ടി ജസ്റ്റ് പയ്യെ ഒന്ന് ഓടിച്ച് ഫുള്ളൊന്ന് ടെസ്റ്റ് ചെയ്യണ പോലെ ചെയ്തിട്ട് വേണം നമ്മൾ വണ്ടി രണ്ടാമത് പുറത്തേക്ക് എടുക്കാൻ ഫുള്ളായിട്ട്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. എനിക്ക് കൊടുത്ത കണ്ണാടി നാളെ കിട്ടുള്ളൂ. അപ്പോൾ നാളെ നമുക്ക് ഒന്നും കൂടെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ നാളെ ഞാൻ ഒന്നും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോ നമുക്ക് നാളെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇപ്പോൾ ഇനിയും ചെക്കിംഗ് ഉണ്ട്, 2 ചെക്കിങ് കൂടെ ഉണ്ട്. നമുക്ക് എന്തായാലും നല്ല ഒരു ചെക്കിങ് തന്നെയാണ്. എനിക്ക് ഒരു കാര്യം തോന്നുന്നത് വെച്ചാൽ അവിടെ നമ്മുടെ പൈസ വാങ്ങാൻ നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ റെസിപ്റ്റ് ചെയ്ത് തന്നെ സാറിനും വേണമെങ്കിൽ ഒരു
ഗ്ലൗസും ഒരു ഹാൻഡ് സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കാമെന്ന് കരുതി. കാര്യം പുള്ളി എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങണതാണ്, എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങണതാണ്. അപ്പോൾ പുള്ളി എല്ലാ പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കും അതൊക്കെ ചെയ്യണേ. അപ്പോൾ ഒരു ഗ്ലൗസും കൂടെ ഇട്ടിരുന്നെങ്കിൽ ആ സാറിനും ഒരു ഇത്തിരി കൂടെ പ്രൊട്ടക്ഷൻ ലഭിച്ചേനെ. എന്തായാലും സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം വലിയ ലോറിയിലൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡിൻ്റെ സാധനങ്ങളും എല്ലാം പലർക്ക് സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ പോണ വഴിയും കുറേ കണ്ടായിരുന്നു. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഭയവും വേണ്ട, സാധനങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. ഷോർട്ടേജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നല്ല കറക്റ്റായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എല്ലാ കടയിലും, എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ കടയിലും എല്ലാ സാധനങ്ങളും വരാറുണ്ട്. ഓൾമോസ്റ്റ് പഴയ പോലെ തന്നെ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളും എല്ലാം നമുക്ക് കടകളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേടി വേണ്ട ആർക്കും. സാധനങ്ങളുടെ എന്തെങ്കിലും കുറവായി പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാണ്ടാവുമോ എന്നൊക്കെ, എല്ലാ സാധനങ്ങളും എല്ലാ കടകളിലും നല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആരും പോയി പാനിക്ക അല്ലെങ്കിൽ ആരും പോയി ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളോ വാങ്ങിച്ചു വെക്കുക. അപ്പോൾ ആ ഒരാഴ്ച നമ്മൾ വീട്ടിലിരിക്കുക, പിന്നെയും തീരുമ്പോൾ അടുത്ത ആഴ്ച ഒരു ദിവസം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാം സാധനങ്ങൾ വാങ്ങാനായിട്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ കുറച്ച് വാങ്ങരുത്, ഇറങ്ങുമ്പോൾ ഒരു മിനിമം ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുക. അപ്പോൾ കൊച്ചി ഒരു ഹോട്ട്സ്പോട്ടായി മാറി. കൊച്ചിയെ എല്ലാം ഫോർട്ട് കൊച്ചി ഭാഗം, പള്ളുരുത്തി കുഴപ്പമില്ല, അതായത് എൻ്റെ വീടിൻ്റെ അവിടെ കുഴപ്പമില്ല. നമ്മുടെ ഫോർട്ട് കൊച്ചി ആ സൈഡിലേക്ക് മട്ടാഞ്ചേരി ഭാഗത്ത് ചുള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഹോട്ട്സ്പോട്ടായിട്ട് മാറിയേക്കണാണ്. അതുകൊണ്ടാണ് നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഭയങ്കര ചെക്കിങ്, ചുമ്മാ വന്ന ആൾക്കാരെ പുറത്തേക്കും ഒന്നും ഇറക്കി വിടാത്ത. കഴിഞ്ഞോ ചെക്കിങ്ങൊക്കെ? പോലീസുകാർക്ക് ബ്രേക്കാന്ന് തോന്നണം, എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി തോന്നണം. ഇപ്പോൾ ചെക്കിങ് ഒന്നുമില്ല, ഓൾ സെറ്റാണ്, നോ ചെക്കിങ് അറ്റ് ഓൾ. യെസ് അപ്പോൾ നമ്മൾ തിരിച്ച് വീടെത്തി. കാർത്തുമ്പിയുടെ ഇന്നത്തെ റൈഡ് കഴിഞ്ഞു. കാർത്തുമ്പി എന്നാട്ടോ പേരിട്ടേക്കണം, ഷോർട്ടായിട്ട് നമ്മൾ തുമ്പി തന്നെ വിളിക്കും. തുമ്പി എന്ന് പറഞ്ഞ പേര് എനിക്ക് കളയാൻ തോന്നില്ല. അപ്പോൾ ഇന്നൊരു ഷോർട്ട് റൈഡ് ആയിരുന്നു. കയ്യിൽ നിന്ന് 250 രൂപയും പോയി. ഈ 250 രൂപ നമുക്കൊരു ഓർമ്മയാണ്. ഇപ്പോൾ കുറച്ച് ലോക്ക്ഡൗണിൽ കുറച്ച് ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. അതായത് കുറച്ച് പേർക്ക് പുറത്തേക്ക് ഇറങ്ങാം, അത് ആവശ്യക്കാർക്ക് വേണ്ടിയാണ്. അല്ലാണ്ട് നമുക്ക് ഈ ഒരു ഫ്രീഡമായിട്ട് കരുതിയത് ഈ ലോക്ക്ഡൗണിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ഇളവുകൾ അവിടെ സർക്കാർ പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ആവശ്യത്തിന് വേണ്ടി മാത്രം ഇറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക. മാസ്ക് വെക്കുമ്പോൾ നമുക്ക് അയാളുടെ രോഗം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ആളുടെ രോഗം നമുക്കും വരില്ല, നമുക്ക് രോഗം ഉണ്ടെങ്കിൽ അവർക്കും പോവില്ല. അതാണ് നമ്മൾ മാസ്കും കാര്യങ്ങളും മെയിനായിട്ട് ഉപയോഗിക്കണേ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇന്നത്തെ വീഡിയോ. പിന്നെ ടിക്ടോക്കിൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഈ ആക്റ്റീവാക്കി കൊണ്ടുവരുവാണ് ടിക്ടോക്കും. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ യൂട്യൂബിൽ രണ്ടാമത്തെ ഒരു ചാനലും കൂടെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൺ നിൽക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും പറയാൻ നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. മതി 8 കാര്യങ്ങൾ പൊക്കോ ഇവിടെ ഇരുന്നത്. ഈ താമസം നമ്മളങ്ങ് മാറുക.